ഹായ് ഓൾ KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ടൈം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ സച്ചി നല്ല ചൂടിലാണുള്ളത്, നല്ല ദേഷ്യത്തിലാണുള്ളത്. അപ്പോൾ സച്ചി പറയാണ് അച്ഛനോടും അമ്മയോടും, എന്തോ ആടിമാസം ഇത്, നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞത് ആടിമാസം പിരിഞ്ഞിരിക്കണമെന്ന്. എന്നിട്ട് ആ പെണ്ണെന്താ ഇവിടെ, ആ പെണ്ണെന്താ വീട്ടിൽ പോകാത്തത്, അവളെ എന്താ നിങ്ങൾ അയക്കാത്തത്? ആടിമാസത്തിൽ ഗർഭിണിയായാൽ മേടമാസത്തിൽ കുഞ്ഞു പിറക്കും, അത് ദോഷമാണ്, അതിനാൽ പിരിഞ്ഞിരിക്കണം എന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ പറയുന്നത്. അതുകൊണ്ടാണല്ലോ രേവതിയെ നിങ്ങൾ അമ്മ വീട്ടിൽ പറഞ്ഞയച്ചത്. പിന്നെ ഇവളെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇവളെന്താ വീട്ടിൽ പോകാത്തത്, ഇവിടെ എന്താ നിങ്ങൾ വീട്ടിലേക്ക് അയക്കാത്തത്? അപ്പോൾ ശ്രുതി ഇടപെട്ടിട്ട് പറയാണ്, ശ്രുതിക്ക് അമ്മ വീടില്ല, അച്ഛൻ അങ്ങ് മലേഷ്യയിലാണ് ഉള്ളത്, അപ്പോൾ അവിടേക്കൊന്നും പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ. ഓഹോ, അപ്പോൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ കാട്ടിലും ഗുഹയിലും ഒന്നല്ലല്ലോ നിന്നിരുന്നത്, ഒരു വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ, അവിടേക്ക് പോയി താമസിക്കാലോ. ചന്ദ്ര പറയാണ്, രവിയേട്ടാ ഇവനോട് പോയിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറ. അപ്പോൾ സച്ചി പറയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആടിമാസത്തിൽ പെണ്ണ് ഇവിടെ നിന്നാൽ പിന്നാലെ പ്രശ്നങ്ങൾ വരുമെന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ പറയുന്നത്, അമ്മയല്ലേ പറഞ്ഞത്. എന്നിട്ടോ ഒരു മരുമകളെ പറഞ്ഞു വിട്ടിട്ട് ഒരു മരുമകളെ കെട്ടിപ്പിടിച്ചിവിടെ നിർത്തുക അല്ലേ? ആടിമാസത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്, അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്തത് നിങ്ങൾ തന്നെയല്ലേ രേവതിയുടെ അമ്മയെ? അല്ലേ അച്ഛാ, അമ്മയല്ലേ അവരെ ഫോൺ ചെയ്തത്? ആ അതെ 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 മോനെ, രാത്രിയിൽ 1 മണിക്ക് അതും വിളിച്ചത്. അപ്പോൾ ഇവക്കെന്താ പ്രത്യേകത, ഇവക്ക് ഇടവമാസം കുഞ്ഞു വരുന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ലേ? അപ്പോൾ ശ്രുതി ചോദിക്കാണ്, എടാ സച്ചി അവൾ ഇവിടെ തന്നെ നിൽക്കും, അതിന് നിനക്കെന്താ? ശ്രുതി, ഇവൻ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട, നീ വന്നേ. അപ്പോൾ സച്ചി ഇടപെട്ടിട്ട് പറയാണ്, ഏയ് നിൽക്കടാ അവിടെ. സച്ചി ഇടയിൽ കയറിയിട്ട് എന്ന് പറയാണ്, നടക്കില്ല മക്കളെ, നടക്കില്ല, ആടി എല്ലാവർക്കും ഉണ്ട്. രേവതിയും ഞാനും പിരിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളും പിരിയണം. സച്ചി ദേ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, മാറിയേക്ക്. പിന്നെ ശ്രുതിയോട് പറയാണ്, ഈ വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേര്. ചന്ദ്ര അങ്ങോട്ടേക്ക് പോയിട്ട് പറയാണ്, ശ്രുതി നീ ചെല്ല്, നീ പോയി കിടക്കാൻ നോക്ക്. ശരി അമ്മേ. ശ്രുതി നീ വാ. അപ്പോൾ ശ്രുതി പോകാൻ ഒരുങ്ങുമ്പോൾ ചന്ദ്ര പറയാണ്, ശ്രുതി നീ നിൽക്ക്, ഇവൾ എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ കിടക്കട്ടെ. അപ്പോൾ ശ്രുതി അപ്പോൾ നമ്മളെ സച്ചി ആഹാ ഏയ് നാണത്തോടെ പോവാണ് വിരലൊക്കെ കടിച്ചിട്ട്. അപ്പോൾ ശ്രുതി, അമ്മേ വേണോ അമ്മേ, ഇവക്ക് ആടിയില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ മലേഷ്യക്കാർക്ക് എന്താ ആടി? അപ്പോൾ അത് കേട്ടിട്ട് സച്ചി ചന്ദ്ര പറയാണ്, പിന്നെ നീ പോടാ, നീ പോയി ഉറങ്ങ് ശ്രുതിയോട്. ശ്രുതി പറയാണ്, അപ്പോൾ അമ്മേ അച്ഛൻ എവിടെ കിടക്കും? അച്ഛൻ എവിടെയെങ്കിലും കിടക്കട്ടെ. പാവ അച്ഛൻ അമ്മേ, ശ്രുതി എൻ്റെ കൂടെ കിടക്കട്ടെ, അല്ലെങ്കിൽ അച്ഛൻ എവിടെയെങ്കിലും പോയി കിടക്കേണ്ടി വരും. നീ പോടാ മോളെ വാ. ശ്രുതി അങ്ങനെ ശ്രുതിയെ നിഷ്കളങ്കയായ ഒരു കുട്ടി നോക്കുന്നത് പോലെ നോക്കി നിൽക്കുക. ശ്രുതി തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, പോട്ടെ എന്ന് തലയോണ്ട് ആക്ഷൻ കാണിക്കുകയാണ്. വാ മോളെ വാ എന്ന് വിളിച്ച് ചന്ദ്രൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അകത്തേക്ക്. അപ്പോൾ സച്ചി അച്ഛൻ്റെ അടുത്ത് പറയാ, അച്ഛാ ആ പെണ്ണിൻ്റെ വീട് മലേഷ്യയിലായതുകൊണ്ട് അവൾക്ക് പോകാൻ പറ്റില്ല, അമ്മയുടെ വീട് അടുത്തല്ലേ അച്ഛാ, പോരാത്തതിന് ആടിമാസവും, എങ്കിൽ പിന്നെ അമ്മയെയും അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടൂടെ? അപ്പോൾ അച്ഛൻ പറയാണ്, എടാ നീ പറഞ്ഞത് അവൾ കേൾക്കണ്ട. അപ്പോൾ സച്ചി പറയാണ്, അച്ഛന് ആ 1 മാസം സമാധാനത്തോടെ നിന്നൂടെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അച്ഛാ ഇനി ഒരു ആടിമാസം വരണമെങ്കിൽ 1 കൊല്ലം കഴിയണം, കിട്ടിയ ചാൻസ് കളയല്ലേ അച്ഛാ, അവരെ പറഞ്ഞു വിട്, അമ്മയും മോളെയും പറഞ്ഞു വിട്. എൻ്റെ പൊന്നു സച്ചി നീ വല്ലതും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്, ചെല്ലേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി അച്ഛൻ ആലോചിക്ക്. എന്ത് കഷ്ടം. വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് സച്ചി മുകളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോഴാണ് ശ്രുതിയെ പറ്റി ചിന്തിച്ചത്. നീ എന്താടാ ഷുഗർ പേഷ്യൻസ് മുട്ടായിക്കടയുടെ മുമ്പിൽ നോക്കി നിൽക്കുന്ന പോലെ നിൽക്കുന്നത്, പോയി കിടന്ന് ഉറങ്ങടാ. ഓടി കയറി പോവാണ്. അപ്പോൾ പറയാണ്, അവനിട്ടൊരു പണി കൊടുത്തപ്പോൾ എന്ത് സുഖം. പിന്നെ അച്ഛൻ പോയി ഫ്രണ്ടിലെ വാതിലൊക്കെ അടച്ച്. അപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതിയും മുകളിലേക്ക് കയറി പോവാണ്. സച്ചിയാണെങ്കിൽ കിടക്കയിൽ ഇരുന്നിട്ട്, അതായത് കട്ടിൽമേൽ ഇരുന്നിട്ട് തലയാണിയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഉറക്കം വരാത്ത രീതിയിൽ ഇങ്ങനെ കളിക്കുകയാണ്. സച്ചി ഒരു വല്ലാത്ത രീതിയിൽ കിടക്കയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കുകയാണ്. അതിനുശേഷം ഒരു ഫോൺ എടുത്തിട്ട് ഗെയിം കളിക്കുകയാണ്. അതും ശരിയാവുന്നില്ല, അതും അവിടെ ഇട്ടു. പിന്നെ പുതപ്പെടുത്ത് തലവഴി മൂടി പുതച്ച് കിടന്നു നോക്കി, എന്നിട്ടും ഉറക്കം വരുന്നില്ല. വീണ്ടും പുതപ്പൊക്കെ മാറ്റിയിട്ട് പിന്നെയും എണീക്കാണ്. വീണ്ടും അപ്പുറം ഇപ്പുറം ഒക്കെ തിരിഞ്ഞു മറിഞ്ഞും കളിക്കുകയാണ്. രേവതി ഇല്ലാത്തതിൻ്റെ വിഷമം സച്ചിക്ക് ഇന്നാണ് ശരിക്കും മനസ്സിലായത്. പിന്നെ അവൾ പറഞ്ഞ ഓരോ വാക്കുകളും അവൾ കെട്ടിപ്പിടിച്ചതും ഒക്കെ ചിന്തിക്കുകയാണ്. പിന്നെ അവൾ പറയുകയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ കാണാതിരിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? പിന്നെ സച്ചി തീരെ ഉറക്കം കിട്ടാതായപ്പോൾ അവിടുന്ന് എണീറ്റ്
പാഴയും തലക്കാണിയും ഒക്കെ എടുത്ത് ടെറസിൻ്റെ മേലെ പോയി കിടക്കുകയാണ്. പിന്നാലെ അത് നമ്മളെ ശ്രീകാന്തും പാഴയും തലയാണിയും ഒക്കെ എടുത്തിട്ട് ടെറസിൻ്റെ മേലെ കിടക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, എന്താ സച്ചേട്ടാ മുറിയിൽ എന്താ കിടക്കാതിരുന്നത്? മുറിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടാ. നീ ഭക്ഷണം കഴിച്ചാ? ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചു. ഭാഗ്യവാൻ. ഇവിടെ കരിങ്കല്ല് പോലത്തെ ഉപ്മാവാ. ഞാനെങ്ങും കഴിച്ചില്ല, പഴം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നീ എന്താ ഇവിടെ? നിൻ്റെ ഫോണിന് താഴെ സിഗ്നൽ കിട്ടുന്നില്ലേ? സിഗ്നലൊക്കെ കിട്ടിയിരുന്നു, ഞാൻ വേണ്ടെന്ന് വെച്ചു. എല്ലാ സിഗ്നലൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയായിരുന്നു. അപ്പോൾ അല്ല, ഏട്ടനെന്താ ഇവിടെ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുറിയിൽ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല, അതുകൊണ്ടാണെന്ന്. ഞാൻ തനിയെ ഇതുപോലെ തോന്നടാ. നെറ്റ് കണ്ടാൽ ഞാൻ ഉറങ്ങിപ്പോവും, പക്ഷേ ഇന്നെന്തോ ഉറക്കം വരുന്നില്ലടാ. രേവതി അടുത്തി കൂടെ ഇല്ലല്ലോ, അതാ തനിയെ ഇതുപോലെ തോന്നുന്നത്. അതെ, അവളുണ്ടായിരുന്നെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നു. മുറിയിൽ കയറിയാലോ നല്ലോണം സംസാരിച്ചു കൊണ്ടേ ഇരിക്കായിരുന്നു. ഇന്നൊന്നുമില്ല, കുറേ നേരം സംസാരിക്കും, പിന്നെ കുറേ നേരം വഴക്കടിക്കും. അവളുമായിട്ട് വഴക്കടിക്കുന്നത് ഒരു രസമാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് എന്തോ പോലെ തോന്നടാ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കാണ്, എന്താ തോന്നുന്നത്? അത് പറയാൻ പറ്റുന്നില്ലടാ. എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് കൂടെ ഇല്ലാതിരുന്നാൽ എന്തോ പോലെ ഇരിക്കില്ലേ? കാണാതിരിക്കുമ്പോൾ, സംസാരിക്കാതിരിക്കാൻ ഇരിക്കുമ്പോൾ എന്തോ പോലെ തോന്നില്ലടാ. എന്താണെന്ന് പറയേ. അതെല്ലാം ഞാൻ പറഞ്ഞു നിന്നോട്, അത് പറയാൻ പറ്റില്ല എന്ന്. എനിക്കൊന്നും മനസ്സിലാവില്ല. അടുത്തിരുന്നാലും പ്രശ്നം, ഇല്ലെങ്കിലും. അപ്പോൾ ശ്രീകാന്ത് കൂട്ടിച്ചേർക്കാണ്, ഇല്ലെങ്കിലും പ്രശ്നം അല്ലേ? അങ്ങനെ നമ്മളെ സച്ചിക്ക് ഒരു ദിവസം പോലും രേവതി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായിപ്പോയി. എടാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന്. കൂടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നയാൾ പെട്ടെന്ന് സംസാരം ഇല്ലാതായാൽ, അകലെയായാൽ മനസ്സിനൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ? നെഞ്ചിൽ നിന്നും എന്താ പറയുക, ഒരു തീക്കനൽ പോലെ. അപ്പോൾ ശ്രീകാന്തും മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല. ഞാൻ ദിവസവും വിളിക്കുന്ന ഒരേ ഒരു ഫ്രണ്ട് നീ മാത്രം. അതായത് വർഷ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. എന്തോ നിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷവും സുഖവും തോന്നുന്നു. ഓ, ഞാൻ നിൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത്? ഫ്രണ്ട് മാത്രമല്ല, വളരെ നല്ല ഫ്രണ്ട്. അപ്പോൾ ശ്രീകാന്തിന് കോള് വരുന്നതും മറ്റേ റൂം പോയി വന്നിട്ട് അതായത് ഹോട്ടൽ സ്റ്റാഫ് വന്നിട്ട് ചോദിക്കുകയാണ്, എടാ ആ പെണ്ണാണോ വിളിക്കുന്നത്? എന്നിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്. ശ്രീകാന്ത് പറയാണ്, ശരിയാ, ഫീലുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് സച്ചി ചോദിക്കുക, അത് നിനക്കെങ്ങനെയാണ് മനസ്സിലായേ? നിനക്കെങ്ങനെയാ അതറിയാം? അത് പിന്നെ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പറയാണ്. അപ്പോൾ സച്ചി ഉടൻ പറയാണ്, നിനക്കൊന്നും അറിയില്ല. ആടിമാസം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആരാണോ കണ്ടുപിടിച്ചത്? ആടിമാസത്തിൽ തിരിഞ്ഞിരിക്കണം പിരിഞ്ഞിരിക്കണം എന്നൊക്കെ ആരോ പണ്ട് പറഞ്ഞു വെച്ചിന് വരുമ്പോൾ, അതിൻ്റെ പേരിൽ ഇപ്പോൾ ഉറക്കം വരാത്തത് എനിക്കും. അപ്പോഴാണ് സച്ചിയുടെ ഫോണിൽ കോൾ വന്നത്. അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ദേ നോക്ക്, അവളാ വിളിക്കുന്നത്, 100 ആയുസ് അവൾക്ക്. അവൻ ഫോൺ എടുത്തിട്ട് പറയാണ്, ഹലോ രേവതി, ഇപ്പോൾ നിന്നെക്കുറിച്ച് പറയായിരുന്നു. നീയോ? തനിയെ സംസാരിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? ശ്രീകാന്തും എൻ്റെ അടുത്തുണ്ടായിരുന്നു, അവനോടാ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്താ സംസാരിച്ചത്? അത് നീ അറിയണ്ട. നീ ഇപ്പോൾ എന്തെടുക്കുക? ഭക്ഷണം കഴിച്ചു. നീ കിടന്നുറങ്ങണം. എന്തായിരുന്നു ഭക്ഷണം? പരിപ്പ് കറി, തോരൻ, അവിയൽ, പിന്നെ ചോറ്. എല്ലാം നീ ഉണ്ടാക്കിയതാണോ? അതെ. നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമല്ലോ. എനിക്കത് കഴിക്കാനുള്ള യോഗയില്ല. നിറച്ച് കഴിച്ചതല്ലേ. ശരി, ഇനി പോയിട്ട് ഉറങ്ങിക്കോ. നിങ്ങളെന്താ കഴിച്ചേ? എന്ത് കഴിക്കാൻ? ഇവിടെ ഉപ്പുമാവ് കരിച്ച് വെച്ചിട്ടുണ്ട്, അതെങ്ങനെ കഴിക്കാനാ? ഒരു പഴവും കഴിച്ചു, വെള്ളവും കുടിച്ചു. ഇപ്പോൾ ടെറസിൽ വന്നിരിക്കുക. ടെറസിലോ? രാത്രി എന്തിനാ ടെറസിൽ പോയത്? വെയിൽ കൊള്ളാൻ. ഓ, നിങ്ങൾക്കിപ്പം നട്ടുച്ചയാണല്ലോ. എടീ, എനിക്ക് മുറിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്നേ. ഇവിടെ കിടന്നാലെങ്കിലും ഉറക്കം കിട്ടുമോ നോക്കാം. മഴ വരും, അകത്ത് പോയി കിടക്ക്. ഏയ്, മഴയൊന്നുമില്ല. ആകാശം തെളിഞ്ഞിരിക്കുക. പിന്നെ സച്ചി മുകളിൽ നോക്കിയിട്ട് പറയാണ്, ആകാശം നന്നായി തെളിഞ്ഞിരിക്കുകയാണ്, നല്ല നിലാവുണ്ട്. ഇന്ന് പൗർണമിയാണോ? അറിയില്ല. നല്ല നിലാവുണ്ടോ? നീ പുറത്തൊന്ന് ഇറങ്ങി നോക്കിയേ. നോക്കാം. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, നീ ഇതെവിടേക്കാണ് ഓടുന്നേ? നിലാവ് കണ്ടിട്ട് വരാം അമ്മേ. എന്താ മോളെ അവൾ പറഞ്ഞിട്ട് പോയത്? നിലാവ് കാണാനോ? എന്താ ഇവൾക്ക് പറ്റിയത്? സച്ചിയേട്ടനല്ലേ വിളിച്ചത്, എന്തെങ്കിലും പറ്റി കാണുമായിരിക്കും. അവനെ വിളിക്കാൻ കണ്ടൊരു സമയം അമ്മ പറയാം. രേവതി പിന്നെ മുറ്റത്തേക്കിറങ്ങി നിലാവ് നോക്കി മേൽപോട്ട് നോക്കി നടക്കുക. ഹലോ രേവതി, അവനെ വിളിക്കാം. മുറ്റത്തേക്ക് ഇറങ്ങിയോ? കണ്ടോ? ഇറങ്ങി, കണ്ടു. നല്ല രസമുണ്ട്. ഇതേ നോക്ക്,
നീ അവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ ചന്ദ്രനെ കാണുന്നു, ഒരേ നിലാവ് കാണുന്നു. രേവതി പിന്നെ മുറ്റത്തേക്കിറങ്ങി പരിസരം മറന്ന് പൂക്കളും ചെടികളും ഒക്കെ പറിച്ച് ചാടിക്കളിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ സച്ചി നല്ല സന്തോഷത്തോടെ അപ്പുറത്തുനിന്ന് ഫോൺ ചെയ്യാണ്. രേവതി പറയാ, സമയം എത്രയായിന്നറിയോ? നിലാവ് ഇപ്പം അസ്തമിക്കും. അപ്പോഴാണ് രേവതിയുടെ അമ്മ വിളിക്കുന്നത്. രേവതി, ആ ഇതേ അമ്മ. അമ്മ വിളിക്കുന്നു. എന്നാൽ പോയി കിടന്നോ. ഞാൻ പോട്ടെ? പോയിക്കോളെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇതാ പോകുന്നു. ശരി എന്ന് പറഞ്ഞ് രണ്ടുപേരും ഫോൺ വെച്ചു. പിന്നെ കാണിക്കുന്നത് ശ്രുതി ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിൽ അവളുടെ അമ്മയും അവളുടെ മകനും വന്നിരുന്നു. അപ്പോൾ അമ്മയുടെ കൈയൊക്കെ പിടിച്ചിട്ട് സാവകാശം നടക്ക്, മെല്ലെ നടക്ക്, പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞിട്ട് അമ്മയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ ഒരു ചെയറിൽ ഇരുത്തുകയാണ്. അപ്പോൾ മകനെയും അവൾ മടിയിൽ വെച്ചിട്ട് ഇരുത്തുകയാണ്. അപ്പോൾ ഡോക്ടറെ വിളിച്ചിരുന്നോ മോളെ? ആ വിളിച്ചിരുന്നു എന്ന് പറയാണ്. അതിനകത്തുള്ള ഒരു പേഷ്യൻ്റ് ഇറങ്ങിയാൽ അപ്പം കയറാം. അപ്പോഴാണ് ബിമല എന്ന് വിളിക്കുന്നത്. ആ വരൂ. അകത്ത് കയറിയ ശ്രുതിയോട് ഡോക്ടർ ചോദിക്കുകയാണ്, സുഖാണല്ലോ അല്ലേ? സുഖാണ് ഡോക്ടർ. നിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. കൺഗ്രാറ്റ്സ്. താങ്ക്സ് ഡോക്ടർ. അല്ല, ആദ്യം മോനെന്താ സ്കൂളിൽ പോകാത്തത്? ഞാൻ വന്നതുകൊണ്ട് അവൻ പോയില്ല അല്ലേടാ? ഡോക്ടർ, എനിക്ക് സൂചി വെക്കണ്ട, ഞാൻ സ്കൂളിൽ പോയിക്കോളാം. നീ ചോക്ലേറ്റ് കഴിച്ചാൽ ഞാൻ സൂചി വെക്കും. അങ്ങനെ ഡോക്ടർ ശ്രുതിയുടെ മോനോട് കുറച്ച് കുശലമൊക്കെ പറയാണ്. അപ്പോൾ കുട്ടി പറയാണ്, ഞാനിനി ചോക്ലേറ്റ് കഴിക്കില്ല. അപ്പോൾ ഡോക്ടർ പറയാണ്, നല്ല കുട്ടി, എന്നാൽ ഇഞ്ചക്ഷൻ ചെയ്യണ്ട എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് അവളുടെ അമ്മയോട്, എന്താ പറ്റിയത്? ഇടയ്ക്കിടയ്ക്ക് വീഴുന്നു, തലചുറ്റി വീഴുന്നു, എന്തൊക്കെയോ ഒരു തലചുറ്റൽ പോലെ തോന്നുന്നു എന്നൊക്കെ പറയാണ്. ശരി, ഇങ്ങോട്ടിരിക്കുക എന്ന് പറഞ്ഞ് അവർ ടെസ്റ്റ് ചെയ്യാണ്. പിന്നെ അവർ ടെസ്റ്റ് ചെയ്തതിനിടയിൽ പറയാണ്, ജോലിയൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പറയുന്നത്, ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കാറില്ലേ? ഷുഗർ ലെവല് ലോ ആണോയെന്ന് സംശയമുണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കല്യാണി, ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കള്ളം പറയുന്നതാ. കൃത്യസമയത്ത് ഭക്ഷണം ഉറക്കമോ ഒന്നുമില്ല. വിമലാമ്മേ, ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം. അപ്പോൾ ശ്രുതി പറയാണ്, ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല ഡോക്ടർ. കുട്ടിയെയും കൊണ്ട് തനിച്ച് നിൽക്കുകയല്ലേ, പാവം, അതിനിടയ്ക്ക് ജോലിക്കും പോകണ്ടേ? ജോലിക്ക് പോകണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞതാ, അതും കേൾക്കില്ല. എങ്ങനെ കുട്ടിയെ നോക്കി ഇവിടെ കഴിയും? നിനക്ക് രണ്ടുപേരെയും കൂടെ കൂട്ടിക്കൂടെ കല്യാണി? ഇവർ നിൻ്റെ കൂടെ അവിടെ താമസിക്കുന്നതല്ലേ നല്ലത്. അത് കേട്ട കല്യാണി ഒന്ന് നന്നായിട്ട് ഞെട്ടി. കാര്യം അവിടെ കൂട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത നാളെ പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.